കല്ല് വെച്ച നോണ. ഇതുപോലെ മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കി പറയാനും വേണം ഒരപാരമായ തൊലിക്കട്ടി. ഏത് ബോധ്യത്തിൽ നിന്നുകൊണ്ട് അയാൾ ഇങ്ങനെ ഈ പച്ചക്കളവ് ജനങ്ങളോട് പറയുന്നത് മനസ്സിലാകുന്നില്ല. ഇയാളൊക്കെ എന്താ ധരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ഈ മനുഷ്യനെന്നാ? ഏത് ഐക്യരാഷ്ട്രസഭയിലെ ഭരിച്ചാലും ഏത് വിശ്വപുരുഷനായാലും കോൺഗ്രസ് പാർട്ടിക്ക് ഞാൻ പറയുന്നില്ല അതാന്ന്. അത് മനസ്സിലായിക്കോ. ഇയാളെ കാണാനും വലിയ ബമ്പന്മാരും കോടികുത്തി വാഴ രാജാക്കന്മാരെ പോലെ പാർട്ടിയിൽ വാഴണവരൊക്കെ ഈ പാർട്ടി തള്ളിപ്പറഞ്ഞ് പുറത്തു പോയിട്ടുണ്ട്. അവരൊക്കെ അവസ്ഥ എന്താണെന്നും കൂടി ഒന്ന് പരിശോധിക്കണം കേട്ടാ. ഇത് സ്വയം പ്രഖ്യാപിത രാജാവാകുക. പാർട്ടി 4 പ്രാവശ്യം മത്സരിപ്പിച്ച് MP ആക്കി. ആദ്യത്തെ തവണ തന്നെ മന്ത്രിയാക്കിയപ്പം പാർട്ടിക്ക് പേരുദോഷം ഉണ്ടാക്കിയിട്ട് പോലും പാർട്ടി ഇയാളെ തള്ളിപ്പറഞ്ഞിട്ടില്ല. പാർട്ടി ഇയാളുടെ കൂടെ നിന്ന്, അണികളും കൂടെ നിന്ന്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് പാർട്ടിക്ക് നേരെ ഇല്ലാതെ അലിഗേഷൻ ഉണ്ടാക്കുക. പാർട്ടി പരിഗണിച്ചിട്ടില്ലെങ്കിൽ എനിക്കെൻ്റെ വഴിയുണ്ട്, ആ വഴി നോക്കി അങ്ങോട്ട് പോവാം. അവിടെ ഗീറുവാണല്ലോ അടിക്കണ്ട്. പിന്നെ കുറച്ച് മറ്റുള്ളവരെ അച്ചാരവും വാങ്ങിയിട്ട് എന്താ വേണ്ട മറ്റുള്ളവർക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടിയെ കെട്ടിയിട്ട് എന്നും എന്താ പറയണ്ട സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ മാധ്യമ വാർത്തയൊക്കെ കൊടുക്കുന്ന കുറച്ച് ഹിജടകളുണ്ട്. ആ ഹിജടകളെ കണ്ടിട്ടാണെങ്കിൽ ഈ പാർട്ടിയെ ഭരിക്കാനൊന്നും വരണ്ട. പാർട്ടിക്ക് മുകളിൽ നിന്നും ഒരുത്തനും ഇല്ല. അത് ഏത് കോവിലകത്തെ തമ്പ്രാനായാലും മനസ്സിലായി. ഇത് സാധാരണക്കാരന്റെ പാർട്ടിയാ. പാർട്ടി പ്രവർത്തകരെ വിജയിപ്പിച്ച് രാവും പകലും കഷ്ടപ്പെട്ട് വിജയിപ്പിച്ച് വിട്ട ഈ മനുഷ്യയെ ഒരു മാധ്യമത്തിന് ബൈറ്റ് കൊടുക്കുക. കോൺഗ്രസ് പാർട്ടിന്റെ വോട്ട് മാത്രമല്ല, എനിക്ക് നിഷ്പക്ഷമായിട്ടുള്ള വോട്ട് കിട്ടിയത് കൊണ്ടാവില്ല അയാൾ ജയിച്ചത്. എന്നാൽ പാർട്ടിക്ക് പ്രവർത്തകർ ഒരു ജോലിയും ഒന്നും എടുത്തിട്ടില്ല അല്ലേ? എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ സ്വതന്ത്രനായി നിന്നിട്ട് മത്സരിച്ച് വിജയിച്ച് കാണിക്കുകയല്ലേ വേണ്ടേ? കോൺഗ്രസ് പാർട്ടിന്റെ കൈച്ചിഹ്നത്തിൽ നിന്നതുകൊണ്ട് അയാളൊക്കെ വിജയിച്ചത്. എന്നിട്ട് ഇയാൾ പറയാ ഞാനങ്ങ് 4 പ്രാവശ്യം ഉണ്ടാക്കി പോലും. ഇയാളുടെ വ്യക്തിപ്രഭാവം കൊണ്ടാവുള്ളൂ. ഇതിനു മുമ്പ് തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർട്ടി വിജയിച്ചിട്ടൊന്നുമില്ലല്ലോ. കോൺഗ്രസ് പാർട്ടി ഇപ്പൊ 20 വർഷം മുമ്പല്ലേ ഈ കേരളത്തിൽ ഉണ്ടായത് അല്ലേ? ഇതിലും വലിയ CPM-ന്റെ കൊത്തളം ഉണ്ടല്ലോ. കാസർഗോഡ്, വടകര, കണ്ണൂര്, ഇവിടെയൊക്കെ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ആ സ്ഥാനാർത്ഥികളെ വിജയിച്ചത്. അത് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ പണിയെടുത്തത് കൊണ്ടാണ് കേട്ടാ. അത് മനസ്സിലാക്കണം. വെറും തിരുവനന്തപുരത്ത് മാത്രമല്ല. പിന്നെ അയാൾ പറയാ ഇപ്പുറം നിന്നിട്ട് അപ്പുറത്തെ പാർട്ടിയെ പുകഴ്ത്തുക. എന്നിട്ട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പം പറയാ ഉളുപ്പില്ലാതെ നാണയില്ലാതെ ഈ മനുഷ്യൻ പറയാ നല്ലത് പ്രവർത്തിച്ചാൽ ഞാൻ നല്ലതങ്ങ് പഞ്ഞു. പഞ്ഞുമ്പോ ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങളുണ്ടല്ലോ അതും പഞ്ഞണ്ടേ? എന്തേ അത് പഞ്ഞാൻ പറ്റാത്തത്? എന്നിട്ട് ഇവിടെ എന്താ പറയുന്ന ബിസിനസിന്റെ ഒരു കോട്ടയാ പോലും കേരളത്തിനകത്ത്. സ്വകാര്യ സ്ഥാപനങ്ങൾ കൊണ്ട് അങ്ങ് നിറച്ച് പൂത്ത് വിളയാടുന്നുണ്ട് പോലും കേരളത്തിനകത്ത്. ഇയാൾ കണ്ടെത്തിയത് ഇയാൾ കൊടുക്കുന്ന ലേഖനം. എന്നാ പിന്നെ ആ ലേഖനം എഴുതുമ്പോ ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് ഒരു സ്വകാര്യ സ്ഥാപനം തുടങ്ങിയ 1-2 ആൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ അതും കൂടി അതിനകത്ത് ചേർത്ത് വെക്കണ്ടേ? എന്നാ പിന്നെ അയാൾ തെറ്റ് കണ്ടാൽ നല്ലത് ചെയ്താൽ നല്ലത് പറയുമ്പോൾ ദോഷം കണ്ടാൽ ദോഷവും പഞ്ഞണ്ട ഇയാള്. അതെന്തുകൊണ്ട് പഞ്ഞിട്ടില്ല? ഇയാൾ ആരെയായി പൊട്ടന്മാരാക്കുന്നു? ഒരു പാർട്ടിക്കകത്ത് നിന്നിട്ട് അതിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ട് ഉളുപ്പില്ലാതെ വന്ന് പറയാൻ പാർട്ടി പരിഗണിക്കുന്നില്ല. എനിക്ക് വേണമെങ്കിൽ എനിക്ക് വേറെ വഴിയുണ്ട്. ആ വഴി നോക്കിപ്പോ ഇതിനെ പരിഗണിച്ചു തന്നെ അധികമായി. പിന്നെ പാർട്ടിയുടെ ഭാഗത്തുനിന്നും വീഴ്ചകളുണ്ട്. ഒരാളെ തന്നെ അങ്ങ് മത്സരിപ്പിച്ചങ്ങ് എടുക്കുക. എന്തിനതിന്റെ ആവശ്യം? 4ഉം 5ഉം തവണ മത്സരിപ്പിക്കുക. എന്നിട്ട് ഇവന്റെയൊക്കെ ഇത് കേൾക്കാൻ വേണ്ടി. ഈ കേരളത്തിൽ ഈ ഗവൺമെന്റ് വന്ന ശേഷം എത്ര പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നറിയോ? സ്വകാര്യ സ്ഥാപനം തുടങ്ങിയിട്ട്. ഒന്നും വേണ്ട, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ കൊല്ലത്തൊരു വർക്ക്ഷോപ്പ് തുടങ്ങിയിനും. അയാൾ വിദേശത്ത് നിന്ന് 10-60 വയസ്സ് വരെ വിദേശത്ത് നിന്ന് അധ്വാനിച്ചുണ്ടാക്കി അതിൽ നിന്ന് മിച്ചം പിടിച്ച കാശ് കൊണ്ട് വാർദ്ധക്യത്തോടടുക്കുമ്പോൾ കുടുംബത്തോടൊപ്പം ജീവിക്കാന്നുള്ള ഉദ്ദേശം കൊണ്ട് അയാൾ ആ ഉള്ള സ്വരൂപിച്ച് വെച്ച കാശൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു വർക്ക്ഷോപ്പ് ഇട്ട്. ആ വർക്ക്ഷോപ്പ് ഇട്ടപ്പോൾ ഈ നശിച്ച പ്രത്യശാസ്ത്രത്തിന്റെ ചുവന്ന കോണകുണ്ടല്ലോ അതുകൊണ്ട് അവിടെ കുത്തി. അയാൾ അത് തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല. അവസാനം അയാൾക്ക് എന്ത് ചെയ്ത് മനം നൊന്ത് അയാൾ ആത്മഹത്യയിലേക്ക് പോയി. ഈ നാണം കെട്ട പാർട്ടിയുള്ളത് കൊണ്ട്, ഇവരുടെ ഈ നിലപാട് കൊണ്ട്. ഒപ്പം തന്നെ ഒരു സാജൻ എന്ന് പറയുന്ന ഒരു CPM-ന്റെ സന്തത സഹചാരി തന്നെയാ. ചെറുപ്പം മുതലേ കുടുംബം അടക്കം CPM-ന്റെ പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരും അവര്. ആ പറയുന്ന സാജനും അയാളും വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങി. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അതിന് ലൈസൻസ് കൊടുത്തിട്ട് അവനെ നിയമകുരുക്കിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച്. അതും ഈ അന്തം കമ്മികളെ ഭരിക്കുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അടക്കം. ആ മനുഷ്യനും ആത്മഹത്യ ചെയ്യേണ്ടി വന്ന അവസാനം. ആത്മഹത്യന് ശേഷം ആ മനുഷ്യനെ വെറുതെ വിട്ടോ? ആ മനുഷ്യന്റെ കുടുംബത്തെ പറ്റിയിട്ട് ഇവരുടെ ഒരു ഊക്കിയ പേപ്പർ ഉണ്ടല്ലോ, ഒരു മൂഞ്ച പേപ്പർ, എന്നത് ദേശാഭിമാനിയാ.
അതിനകത്ത് കൊടുത്ത ലേഖനങ്ങൾ ഒരു പേജ് മുഴുവനായിട്ട് ആ കുടുംബത്തെ വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്ത് എന്താ പറയേണ്ടത് അവഹേളിക്കുന്ന ഇത് ലേഖനം ചെയ്ത് ഇതൊന്നും ഇയാൾ അറിയില്ലേ? എന്നാ പിന്നെ അതൊക്കെ അയാൾ ഈ ഉണ്ടാക്കിയ ലേഖനത്തിലും ഈ ഉണ്ടാക്കിയ ഈ വലിയ കഥ എഴുതല്ല എന്തെങ്കിലും അയാൾ കഥ എഴുതുകയാണെന്നുള്ള ഒരു പുസ്തകം എഴുതിയെന്നല്ല പറയുന്നത്. അതിൽ ഉൾപ്പെടുത്തിയോ? എന്നിട്ട് ഉളുപ്പില്ലാതെ വന്ന് പറയാ ഞാൻ നല്ലത് കണ്ടാൽ നല്ലത് അങ്ങ് പഞ്ഞും പോലും. ഉളുപ്പ് വേണം മനുഷ്യന്. ഉണ്ട ചോറിന് നന്ദി കാണിക്കണം. മനസ്സിലായോ? ഒരു രാജ്യത്തിന്റെ പോക്കെങ്ങോട്ടാന്നുള്ള ചിന്തിക്കണ്ടേ? എന്നിട്ട് ഇയാൾ പറയും വിശ്വപുരുഷൻ അങ്ങ് ഉണ്ടാക്കിയെടുത്ത് പോയി മത്സരിച്ച് ആ വഴിക്ക് പോട്. അതൊന്നും ഇന്ത്യൻ പൊളിറ്റിക്സിൽ അതൊന്നും പറ്റത്തൊന്നുമില്ല. എന്നിട്ട് പറയും ലോക വിവരമുണ്ട്. ഒരു വിവരവും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം ഈ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവന്റെ ഒക്കെ അവസ്ഥ ഇതാ. എത്രയാ പേര് ഇതിടക്ക് കണ്ടില്ല? സരീൻ അയാൾ ഒരു IAS കാരനാ. അയാളും ഈ പാർട്ടിയിൽ നിന്ന് കിട്ടേണ്ട സ്ഥാനങ്ങളിൽ കിട്ടിയ അയാളും പറഞ്ഞു പോയത് നമ്മളൊക്കെ കണ്ടതല്ലേ. പിന്നെ വൈക്കിൽ എങ്ങനെ ഒരു സാധാരണ പ്രവർത്തനം ഒരു ഈ പാർട്ടിക്ക് വേണ്ടി ജോലി ചെയ്തിട്ട് ഒന്നും കിട്ടാത്തവരൊക്കെ അങ്ങനെ പറയുന്നെങ്കിൽ ആ വികാരം നമുക്ക് മനസ്സിലാക്കാം. ഇതെന്തടാ എവിടുന്നോ കെട്ടിയിറക്കി കൊണ്ടുവന്ന് എന്നിട്ട് 4 പ്രാവശ്യം MP ആക്കി, മന്ത്രിയാക്കി, അതുപോലെ തന്നെ രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗമാക്കിയ ഒരു മനുഷ്യൻ വന്നിട്ട് ഉളുപ്പില്ലാതെ പറയാൻ എന്റെ പാർട്ടി പരിഗണിച്ചിട്ടില്ല പോലും. കഷ്ടം എന്നല്ലാതെ എന്താ പറയാനാ? അല്ല ആ വഴിക്ക് അങ്ങ് വിട്ടേക്കണോ? ഇവനൊക്കെ ഉള്ളത് കൊണ്ട് അത് ഈ പാർട്ടി നിലനിൽക്കുന്ന ചിന്ത ആർക്കും ഉണ്ടെങ്കിൽ ആ ചിന്തയെ വേണ്ട. മനസ്സിലായ? എല്ലാ ഒരിക്കലും പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സമരത്തിൽ പങ്കെടുത്ത് താഴെത്തട്ടുന്ന് പ്രവർത്തിച്ച് വന്ന് കുറെ ഇതൊക്കെ ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടായി സ്ഥാനങ്ങളൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും ഇത് അതൊന്നുമല്ലല്ലോ. ഇത് നൂലിൽ കെട്ടി ഇറക്കിയൊരു അത് അങ്ങനെ തന്നെയാ സംഭവിക്കാന്നറിയാം. നന്ദി നായിക്കൊണ്ടെന്നൊരു പഴമൊഴിയുണ്ട്. ഇനി ഇയാൾക്ക് ഇങ്ങനെ വല്ല വിഷയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പാർട്ടി ഫോറത്തിലോ അല്ല മറ്റേതെങ്കിലും സ്ഥലത്തോ പറയാ എന്നല്ലാതെ, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്ത് രാജിവെച്ച് പോയിട്ട് പറയട്ടെ. ഈ പാർട്ടിന്റെ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ പാർട്ടിന്റെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ടല്ലേ ഈ ഒന്നുമില്ലാതെ ഈ ഘട്ടത്തിൽ ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് ഉറപ്പില്ലാതെ പറയും ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് വേണ്ടി. എന്ത് ജനങ്ങൾക്ക് വേണ്ടി തേങ്ങ ഉണ്ടാക്കിയേ? ഒന്നും വേണ്ട. ഇപ്പൊ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് അവിടുത്തെ മനുഷ്യന്മാർ സമരം ചെയ്യുന്നുണ്ട് ഇല്ലേ? നമ്മളൊക്കെ കാണുന്നതല്ലേ? ജനങ്ങൾ കൊടുത്ത ഫണ്ട് ഈ ഗവൺമെന്റിന്റെ കയ്യിലുണ്ടല്ലോ. അത് ഇന്ന് വരെ കൊടുത്തോ? അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഈ പുള്ളിക്ക് ഇതുവരെ പറ്റിയോ? അല്ലെങ്കിൽ അയാൾ എഴുതിയ ലേഖനത്തിൽ അത് ഉൾപ്പെടുത്തിയോ? ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടി അങ്ങ് ഉണ്ടാക്കുന്നവർ എന്നാ ഉണ്ടാക്കിയത് പറ. ഇയാളൊക്കെ പറയട്ടെ. അങ്ങനത്തെ ഒരു നാണം കെട്ട ഗവൺമെന്റിനെ ഒട്ടും ഉളുപ്പില്ലാതെ അങ്ങ് പുകയറ്റി ലേഖനം ഉണ്ടാക്കിയിട്ട് പുകയറ്റി പറയാ. ഇത് ജനങ്ങൾ കേൾക്കുന്നുണ്ടൊരു ധാരണയും വേണ്ട ഈ മനുഷ്യന്മാർക്ക്. ഇങ്ങനെയും കണ്ടാമൃഗത്തിന് പോലും നാണിച്ചു പോകത്തില്ല ഇവന്റെയൊക്കെ ഈ വാക്ക് കേട്ട് കഴിഞ്ഞാൽ. കാരണം നമ്മുടെ മുമ്പിൽ വ്യക്തമായ സത്യങ്ങൾ അങ്ങനെ നിലനിൽക്കുക. നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഈ ഗവൺമെന്റിന്റെ പോക്ക് എങ്ങോട്ട്, ഗവൺമെന്റ് ജനങ്ങളോട് സ്വീകരിക്കുന്ന നിലപാടൊക്കെ ഇല്ലേ നമ്മൾ കാണുന്നില്ലേ? ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പൊ കേരളത്തിലോ ഇന്ത്യ രാജ്യത്തുള്ളത്. ഒരു ഭാഗത്തും മതവും ജാതിയും വർണ്ണവും വർഗവും പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തത്ര ദുരിത കയത്തിലേക്ക് വില വർദ്ധിപ്പിച്ചിട്ടും ടോള് പിരിച്ചിട്ടും ജനങ്ങൾ അനങ്ങാൻ വിടാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആക്കുന്നു. എന്നിട്ട് ആ 2 ഗവൺമെന്റിനെയോ എങ്ങനെ സംഘീയ ഗവൺമെന്റിനെ വേറെ മോഡിനെ അങ്ങ് അമേരിക്കയിൽ പൊക്കെ ഇയാൾ അഭിമാനം കൊണ്ട് പുളികതനായി ഇക്കിളിപ്പെട്ടിട്ട് അങ്ങ് വലിയെന്തോ ഇതായി പോലും ഇയാൾ അങ്ങ് കോരി തെരിച്ചു പോയി പോലും. അതെങ്ങനെയാ അമേരിക്കയിലേക്ക് പോയെന്നും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അമേരിക്കയിൽ നമ്മൾ എങ്ങനെയാണ് അവർ അവഹേളിച്ചെന്നുള്ളതെന്ന് ഇയാൾ പറയുന്നില്ല. ഇയാൾക്ക് മാത്രമേ എല്ലാം അറിയുന്നുള്ളതാ? അതെയാ ബാക്കിയുള്ള വല്ല പൊട്ടന്മാരാ? ഒരു പറയുന്നതിനകത്ത് വല്ല ലോജിക്. ഞാനിപ്പോ ഒരു കാര്യം പറയുന്നെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാമ്പും കഴമ്പും വേണം. അല്ല ഞാനിത് പറയുമ്പോൾ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കും എന്നുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു വിശേഷ ബുദ്ധി വേണം. അതുപോലും ഇല്ല ഈ മനുഷ്യനിക്ക്. ഈ മനുഷ്യനൊക്കെ നമ്മൾ ഇങ്ങനെയാണോ കരുതിയത്? അധികാരം തലക്ക് പിടിച്ച് അധികാരോ എന്നിട്ട് പറയും ഞങ്ങൾ അധികാരത്തിന് വേണ്ടിയിട്ടൊന്നല്ല, ഞങ്ങൾക്ക് സ്ഥാനമാനങ്ങളൊന്നും വേണ്ട, നമ്മളെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങ് ഉണ്ടപ്പൊരി പിടിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ഈ കീഴ്വാണം തള്ളു. പിന്നെ ഇയാൾക്ക് അധികാരോ സ്ഥാനമാനങ്ങൾക്ക് എങ്ങനെ ഇയാൾ എന്തൊരു വിവാദം ഉണ്ടാക്കുന്നത് ഇപ്പോ ഈ നിർണായക ഘട്ടത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നു? ഈ പാർട്ടിക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് പാർട്ടിക്ക് വേണ്ടി മാത്രം ജീവിതമൊക്കെ ഉഴഞ്ഞു വെച്ച എത്രയോ നേതാക്കന്മാരും നമ്മൾ ഒരു സ്ഥാനവും കിട്ടാതെ മൺമറിഞ്ഞു പോയിട്ടുണ്ട്. അറിയണം, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാതെ എത്രയോ നേതാക്കന്മാരുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ച് കുടുംബം വരെ വിറ്റിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച എന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. അങ്ങനത്തെ ഒരു പാർട്ടിയായി പാർട്ടി ഇയാളെ എന്നിട്ട് മാധ്യമങ്ങൾ അറിയാം. ശശി തരൂർ ഇപ്പൊ ഒരു പൈസ പോലും കോൺഗ്രസിന്റെ. ഞാൻ വെച്ചത് ഇന്നലെ ആയിട്ടുണ്ടായതോളൂ ഈ പാർട്ടി കോൺഗ്രസ്. ഈ ഊള മാധ്യമങ്ങളോട് 138 വർഷമായോളൂ ഈ പാർട്ടി ഉണ്ടായിട്ട്.
മനസ്സിലായ? ആദ്യം ഫൈസും മുഖവും മറ്റേ ഇതൊന്നും കണ്ടിട്ടൊന്നുമല്ല ഈ പാർട്ടി. ഇത് അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടിയാ. ഇന്ത്യയുടെ ഹൃദയ വികാര, ഇന്ത്യയുടെ ഹൃദയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് മനസ്സിലാക്കി. അതിൽ ലക്ഷക്കണക്കിന് നേതാക്കന്മാർ വന്നിട്ടുണ്ട്, കുറെ എണ്ണം പോയിട്ടുമുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരുത്തം പെട്ടെന്ന് കെട്ടി അങ്ങ് വരുമ്പോഴേക്കും അവൻ അങ്ങ് പാർട്ടിന്റെ അങ്ങ് ഐക്കണാക്കി അങ്ങ് വെക്കുക. ഇവിടെ കോൺഗ്രസിനൊരു ഐഡിയോളജിയാണോ, ഒരു പ്രത്യശാസ്ത്രമാണോ? അതിന് വിശ്വസിക്കുന്നവരെ ഞങ്ങളെപ്പോലുള്ള ലക്ഷക്കണക്കിന് പ്രവർത്തകർ, സാധാ പ്രവർത്തകർ, ഇനി കുറച്ചു പേര് ഭക്തന്മാരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെപ്പോലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കോൺഗ്രസിന്റെ ഐഡിയോളജിയിൽ മാത്രം വിശ്വസിക്കുന്നത്. അത് ഞങ്ങൾക്കറിയാം കോൺഗ്രസ് എന്താണെന്നുള്ളത്. അതിന്റെ ചരിത്രവും അതിന്റെ ഹിസ്റ്ററിയും ഒക്കെ വായിച്ച് പഠിച്ചാൽ മതി. നേതാക്കന്മാർ മാറി പറയും. അവർ ഇന്ന് വരും നാളെ പോകും. ഇന്നത്തെ നേതാക്കന്മാർ നാളെ ഉണ്ടാവത്തില്ല. പക്ഷെ കോൺഗ്രസിന്റെ പ്രത്യശാസ്ത്രം അങ്ങനെയല്ല. അത് 108 ഈ പാർട്ടി എന്ന് രൂപീകരിച്ചോ അന്നല്ല ഐഡിയോളജിക്ക് തന്നെയാണ് ഇന്നും നിൽക്കുന്നത്. അതിനകത്ത് നിന്ന് വല്ല മാറ്റവും വന്നോ? ഒരു മാറ്റവും വന്നില്ല. അതിന് എത്രയോ നേതാക്കന്മാർ മരണപ്പെട്ടു പോയില്ലേ? ഇപ്പൊ നമുക്ക് ഓരോരാൾ ഐക്കൺ വെച്ചിട്ട് ഓരോരാൾ മുഖമാണ്, ഇവന്റെ ഫൈസാണ് ഈ പാർട്ടി എന്നൊക്കെ പറയാൻ പറ്റുമോ ഞങ്ങൾക്ക്? കുറെ മാധ്യമ ഇജടകളും സംഖ്യകളോടും CPM-നോടും ഒക്കെ അച്ചാരം വാങ്ങി വന്നിട്ട് കോൺഗ്രസിന്റെ മണപ്പിച്ച് നടക്കുക. ഇവറ്റകൾക്ക് വേറെ പണിയൊന്നുമില്ലേ? വല്ലാത്ത കഷ്ടം തന്നെ പോയി. ഞാനും ഇങ്ങനെ മനസ്സിലാക്കി. ഇപ്പൊ CPM-നകത്തൊക്കെ എത്രയോ നേതാക്കന്മാർ തടഞ്ഞിട്ടുണ്ട്. ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവസാനം എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ എത്തുമ്പോ ഇപ്പുറത്ത് മറുകടലും ചാടുന്നവനെയൊക്കെ പിടിച്ച് ആ സ്ഥാനത്ത് കയറ്റിയിരുത്തു. എന്നിട്ട് ഈ പണിയെടുത്ത CPM-ന്റെ ആ നേതാക്കന്മാർക്ക് ഒരു സ്ഥാനം കൂടെ. അവര് പോലും ആ പാർട്ടിയൊന്നും തള്ളി പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ എന്താ, ഇവിടെ ഈ സ്ഥാനങ്ങൾ തികച്ചും കിട്ടി. ഏകദേശം പ്രായമൊക്കെ കഴിഞ്ഞ് മറ്റെന്താ പറയാ അങ്ങെത്തിയതിന്റെ ശേഷം വീണ്ടും സ്ഥാനങ്ങൾ. എന്നിട്ട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ പാർട്ടിക്ക് വേണ്ടെങ്കിൽ ഞാൻ വേറെ വഴിയുണ്ട്. വേറെ വഴി നോക്കിപ്പോടെ. പിന്നെ ഇതാ ആരോടെ പറയുന്നത്? ഇതൊരു വ്യക്തിയായി പ്രസ്ഥാനം അറിയോ? എന്നിട്ട് വോട്ട് ചെയ്ത പണിയെടുത്ത് വിജയിപ്പിച്ച കോൺഗ്രസിന്റെ പ്രവർത്തകരെയും അവഹേളിക്കുക. കോൺഗ്രസിന്റെ വോട്ട് കൊണ്ട് മാത്രമൊന്നുമല്ല, ഞാൻ എന്റെ മിടുക്ക് കൊണ്ട് അങ്ങ് ഉണ്ടാക്കിയതാന്നാ പറഞ്ഞത്. എന്നാ പിന്നെ ആ ചിഹ്നത്തിനെയും ഉപയോഗിച്ചിട്ട് കഴിച്ചിന്നോ പറഞ്ഞാൽ പറയണം. ഞാൻ ഇങ്ങനെ പാർട്ടി ചിഹ്നത്തിന് മത്സരിക്കാൻ ഞാൻ സ്വതന്ത്രമായിട്ട് ഞാൻ വലിയ ഈ സ്റ്റേറ്റിലകത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തിയാന്നൊക്കെ പറഞ്ഞങ്ങ് മത്സരിച്ചാൽ പോരായിരുന്നോ? അങ്ങനെയിലാണത്തം കാണിക്കണ്ടേ? അല്ലാതെ വിജയിപ്പിച്ചു വിട്ട പാർട്ടി പ്രവർത്തകരെയും പാർട്ടിയും കൊഞ്ഞനം കുത്തിയിട്ടുകൊണ്ടായിട്ട് പറയേണ്ട വലിയ ബുദ്ധിമാൻ എന്ന് പറഞ്ഞിട്ട് 10 വയസ്സിന്റെ ബുദ്ധിയില്ല. 10 വയസ്സിന്റെ മനസ്സിലായ? ഞാൻ അങ്ങനെയാ മനസ്സിലാക്കുന്നത്. മറ്റേ മാധ്യമത്തിന്റെ മുമ്പിൽ നിന്നിട്ട് സ്വയം പ്രഖ്യാപിത രാജാവാകുക. ഇതൊക്കെ നമ്മളെത്ര കണ്ടതാ? ഇനി എത്ര കാണാൻ കിടക്കുന്നുണ്ട്? ഞാൻ ഓരോരോ ഘട്ടത്തിൽ ഇങ്ങനെ ആലോചിക്കുക. ഞാൻ ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് ഇതിന്റെ ഹിസ്റ്ററി ഞാൻ നോക്കുമ്പോ ഇതിനകത്തുനിന്ന് എപ്പോ ഈ പാർട്ടിയെ കുറ്റം പറയുന്നതല്ല. 10, 20, 30, 35 വർഷവും MLA, MP, മന്ത്രിയായ ഊളകളാണ് ഈ പ്രസ്ഥാനത്തെ തള്ളിപ്പറയുന്നത്. എല്ലാ ഘട്ടത്തിലും നോക്കി. ഒരു സാധാരണ പ്രവർത്തകനോ അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വേണ്ടി 10-60 വർഷക്കാലം കഷ്ടപ്പെട്ട ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാത്തവരോ ഇന്ന് വരെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഈ പാർട്ടിക്ക് നേരെ. പറയാൻ കഴിയില്ല. കാരണം അവർ പാർട്ടിയുടെ ഐഡിയോളജിയാണ് ഇഷ്ടപ്പെടുന്നത്. ഇതല്ല. ഇത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം പാർട്ടിക്കേക്ക് കടന്നു വരുന്നതാ. ഇന്ദിരാജി ആ കാലഘട്ടത്തിൽ എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാ പറഞ്ഞു വെച്ചത്, നമ്മളെ പഠിപ്പിച്ചത്. 2 വിഭാഗക്കാർ ഈ പാർട്ടിക്കകത്തുണ്ടാകും. ഒന്നെന്ന് പറയുന്നത് സ്വന്തം പ്രയത്നം കൊണ്ട് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവരുണ്ട്, എന്നിട്ട് അവർ നേട്ടം ഉണ്ടാക്കും. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ മറ്റാരെങ്കിലും വർക്ക് ചെയ്ത് അവരുടെ നേട്ടങ്ങൾ തട്ടിയെടുത്ത് തന്റെ പരിധിയിലേക്കാക്കാൻ ശ്രമിക്കുന്നവർ. അത്തരം രണ്ടാമത് പറഞ്ഞവർ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് ഇന്ദിരാഗാന്ധി ആ കാലഘട്ടത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അത്തരം വർഗത്തിൽപ്പെട്ടതാ ഇതൊക്കെ. പിന്നെ പാർട്ടി ഒരുപാട് എന്താ പറയുക പോരായ്മയുണ്ട്. ഒരു ഒരുത്തനിക്കൊക്കെ മത്സരിക്കാൻ 1-2 ടൈം, അതിന്റെ അപ്പുറം വേണ്ട. ഇനി എത്ര ഇലക്ഷനിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാലും ഇവൻ എത്ര വലിയ കൊമ്പനാന്ന് പറഞ്ഞു കഴിഞ്ഞാലും 3ാമത് ടൈം കൊടുക്കാനേ പാടില്ല. ഇത് കൊടുത്തവന് 10, 35, 40, 50 വർഷം പെട്ടങ്ങ് കിടക്കുക. മറ്റൊരാൾക്ക് സീറ്റില്ല. അവസാന നിമിഷം ഈ 50 വർഷം കഴിഞ്ഞ് നീ ഒന്ന് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ ഇവന്റെ സാമാനെല്ലാം പുറത്തിട്ടിട്ട് പിന്നെ ഞാൻ പാർട്ടി ഉണ്ടാക്കിയില്ലേ, ഞാൻ സംഭാവന ചെയ്തില്ലേ, ഞാനില്ലെങ്കിൽ ഈ പാർട്ടി ഇല്ലല്ലോ, ഇങ്ങനത്തെ കുറെ ഞൊണ്ട് ന്യായം പറയുന്ന കുറെ വാണങ്ങളും. എന്നിട്ട് അവനെ പേടിച്ചിട്ട് പിന്നെ അവന്റെ പിറകെ അവനെ തടയും ഇനിക്കാൻ വേണ്ടിയിട്ട് അവനോടൊന്നും പറഞ്ഞേക്കല്ലേ, ഇവനോടൊന്നും പറഞ്ഞേക്കല്ലേ, അവനെ സംയമനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോവാ, അവനെ വെത്തിനെ വെക്ക് തോത് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവന്റെ പിറകെ നടക്കും. എന്താ പറയുക, നട്ടല്ലുണ്ടെങ്കിൽ പറയണം, കടക്ക് പുറത്തുനിന്ന് പറയണം. വായ തുറക്കുമ്പം പറയാ തന്ന പാർട്ടി തന്ന സ്ഥാനം ഇവിടെ വെച്ചിട്ട് നീ നിന്റെ വഴിക്ക് പോ എന്ന് പറയാ. എന്തിനാ ഇവന്റെ ഒക്കെ പിറകെ നടക്കേണ്ട ആവശ്യം? ഇവനില്ലെങ്കിൽ പാർട്ടി ഉണ്ടാവത്തില്ല, ഇത്രക്കാരില്ലെങ്കിൽ ഈ പാർട്ടി ഉണ്ടാവത്തില്ല. അത് പറയാതെ ആംബയർ കാണിക്കണം. അല്ലാതെ അവനെയും പേടിച്ചിട്ട് അവന്റെ വേക്കിൽ അതൊന്നും പറഞ്ഞേക്കല്ലേ, ഇതൊന്നും പറഞ്ഞേക്കല്ലേ, അവനെ അനുഭവിപ്പിച്ചിട്ട് ഇങ്ങോട്ട് എത്ര കാലമാണ് നിങ്ങൾ അവന്റെ തടഞ്ഞു നടക്കുക? എനിക്കറിയില്ല എന്താന്നുള്ള കാര്യം.
ഇത് കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇതുപോലത്തെ ഒരു പ്രശ്നവും വിവാദം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഈ പുള്ളി. കുറെ പാണക്കാടേക്ക് വായിന്ന്, പിന്നെ NSSന്റെ കാര്യാലയത്തിലേക്ക് വായിന്ന്, ഇപ്പം വെള്ളാപ്പള്ളിന്റെ അടുത്തേക്ക് വായിന്ന്. എന്തേനും ഇയാളെ ജഗപൊക. അതിന്റെ കൂടെ വേറെ 2 MP ഉണ്ട്. ശശി തരൂർ മുഖ്യമന്ത്രി. ശശി തരൂർ അങ്ങനെ. ശശി തരൂരില്ലെങ്കിൽ കോൺഗ്രസ് അങ്ങ് ഒളിച്ചു പോയി കളഞ്ഞി. അന്ന് ഇവനൊക്കെ എടുത്ത് വെളിയിൽ കളയേണ്ടതാ. ആ മുരളീധരൻ പറഞ്ഞ മുരളീധരൻ പറഞ്ഞ വളരെ കറക്റ്റാ. ഈ ഇലക്ഷൻ വരുന്ന ലോക്കൽ ബോർഡ് ഇലക്ഷനാ. സാധാരണ ജനങ്ങൾ മത്സരിക്കുന്ന, സാധാരണ പ്രവർത്തകന്മാർക്ക് ഒരു മത്സരിക്കാനുള്ള ഒരു ചാൻസും സാഹചര്യവും കിട്ടുന്ന ഒരു ഘട്ട. ആ ഘട്ടത്തിലാണ് ഇവനൊക്കെ വന്നിട്ട് ഈ ബാണടിച്ചിട്ട് പറയാ വലിയ ബിസിനസ് സംരംഭം തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നല്ലത് കണ്ടാ നല്ലത് പഞ്ഞു. അതിന്റെ കൂടെ നിൽക്കുമ്പോഴെന്താ ഇങ്ങനെ പിച്ചണം എന്ന് പറയുമ്പോൾ നല്ലത് കണ്ടാ നല്ലത് പറഞ്ഞ പ്രശ്നമല്ല. പക്ഷെ എന്നതുപോലെ തന്നെ തെറ്റ് കണ്ടാ തെറ്റും കൂടി ചൂണ്ടിക്കാണിക്കണമല്ലോ. അത് കാണിച്ചിട്ടുണ്ടോ ഈ പുള്ളി ഏതെങ്കിലും ഘട്ടത്തിൽ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലേഖനം ഇറക്കിയിട്ടുണ്ടോ? 100 കണക്കിന് ആൾക്കാർ ഈ ഗവൺമെന്റ് വന്ന ശേഷം കർഷകരായാലും പെൻഷൻ കിട്ടാഞ്ഞിട്ടും പിന്നെ കബളിപ്പിച്ചിട്ടൊക്കെ ആത്മഹത്യ ചെയ്ത ഒരു സ്ഥിതിവിശേഷം ഈ കേരളത്തിനകത്ത് ഉണ്ടായിട്ടില്ലേ? ഇല്ലേ? ഇപ്പം തന്നെ നോക്കുക, ഈ ഭരണത്തിൽ ഈ 2025 പറഞ്ഞതിന് ശേഷം എത്ര കൊലപാതകങ്ങളാണ് നടക്കുന്നത്? ഇല്ലേ? അതൊക്കെ ആരെ വെടുപ്പുകേട് കൊണ്ടാ? മുഴുവൻ കേരളം ലഹരി മാഫിയയുടെ കയ്യിലേക്ക് അങ്ങ് അകപ്പെട്ട് കുഞ്ഞുങ്ങളും എല്ലാവരും ലഹരിക്ക് അടിമപ്പെട്ട് ആ ലഹരി പുറത്തു വന്നിട്ട് സ്വന്തം പിതാക്കന്മാരെയൊക്കെ വെട്ടിക്കൊല്ലൽ തുടങ്ങി. എന്നാൽ ഈ ലഹരി മാഫിയ വേട്ടയാടാനോ അവരെ പിടിക്കാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ അത് അമർച്ച ചെയ്യാനോ ഈ നാളം കെട്ട ഗവൺമെന്റിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇയാളത് പറഞ്ഞോ? ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞോ? എന്നിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഗൾഫിലും മറ്റോ വിദേശത്തും പോയിട്ട് കുറച്ച് കാശുണ്ടാക്കി ഇവിടെ വന്നാൽ ഒരു സ്ഥാപനം തുടങ്ങും, അതും അനുവദിക്കുന്നില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, 2 മരണങ്ങൾ നമ്മളെ മുമ്പിൽ തന്നെ ഉണ്ട്. അത് ഇയാൾ പറഞ്ഞില്ല. പിന്നെ ഇയാൾക്ക് എന്ത് അവകാശമുള്ള ഞണ്ടൽ കണ്ടാൽ നല്ലത് പഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുന്നതിനകത്ത് വല്ല ഒരു ലോജിക്ക് വേണം. ഇയാൾ മാത്രമേ വലിയ വിവരവും വിദ്യാഭ്യാസവും ലോകം അറിയപ്പെടുന്ന ആളുള്ളൂ, അല്ലെങ്കിൽ ലോകം മുഴുവനും ഇയാളെ ബുദ്ധിയില്ലാതെ ഇങ്ങനെ കറങ്ങുന്നത് എന്നൊക്കെ ഇയാൾ ചിന്തിക്കുന്നുണ്ടാവും. ആ ചിന്തകളെ മനസ്സിലാക്കി ആടെ വെച്ചേ കേട്ടാ, അതാടെ വെച്ചേ. ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ എന്താ നടക്കുന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും അത് മനസ്സിലാക്കിയെടുക്കാനുള്ള വിശേഷവും വിവര ബുദ്ധിയുള്ളവർ തന്നെയാണ് സമൂഹം എന്നുള്ള കാര്യം അയാൾക്ക് ഓർമ്മ ഉണ്ടാവണം. അല്ലാതെ സ്വയം പ്രഖ്യാപിത രാജാവണ്ട കേട്ടാ. തൻ്റെ ആണത്തോ ഉണ്ടെങ്കിലും രാജിവെച്ച് പുറത്തു പോ. പാർട്ടി പുറത്താക്കൂല ഒരു പക്ഷേ, നിങ്ങളെ പേടിച്ചിട്ടേക്കും. കാരണം വെച്ചാൽ ഈ ആനന്റെ വലിപ്പം ആനക്കറിയില്ലല്ലോ. അതുപോലെ ഈ നേതാക്കന്മാർക്ക് ഈ പാർട്ടി എന്താണെന്നും അവർ ഈ പാർട്ടി അണികളിലാക്കുന്ന അവർക്കൊരു ബോധ്യം വന്നിട്ടില്ല. അതുകൊണ്ടാ നമ്മളിത് കേട്ട് നമ്മൾ ഇങ്ങനെ ആലോചിക്കുക. നമ്മളെ കാശ്, നമ്മളെ സമയം, മറ്റൊരാളെ വായിലെ തെറി, ഇതൊക്കെ കേട്ടിട്ടും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് പോലും വന്നിട്ട് ഇവിടെ കിട്ടുന്ന സ്പേസിൽ നമ്മൾ പ്രവർത്തിക്കുക. എന്തിനു വേണ്ടിയാണ്? നമുക്ക് നേട്ടങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല. രാജ്യത്ത് ഈ ഐഡിയോളജി നിലനിൽക്കണം, എങ്കിലേ വരും തലമുറകൾക്ക് നമുക്ക് ജീവിക്കാൻ പറ്റൂ. കോൺഗ്രസ് രാജ്യത്തുനിന്ന് തൽക്കാലം ഒരു 10 വർഷം അധികാരത്തിൽ മാറി നിൽക്കുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി വേണ്ടേ? ബുദ്ധി തലക്കകത്ത് ചാണകമില്ല ഇവറ്റകളൊക്കെ. അതെയോ? സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നില്ല, ആ പണിയും എടുക്കരുത് കേട്ടാ. ഇങ്ങനെ നമ്മൾ പറഞ്ഞു, നമ്മൾ എന്തിന്, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? അല്ലാതെ സങ്കടം തോന്നുക. പറയേണ്ടത് മറ്റൊരു വിഷയത്തിനകത്താ. പിന്നെ ഞാൻ അത് കുറച്ച് എന്താ പറയാ, ഒരു ലജ്ജ വേണ്ട മനുഷ്യനെ. ലജ്ജ ഉണ്ടാവൂലേ? ഇയാളെന്താ വിചാരിച്ച പണ്ടത്തെ ആ കാലഘട്ടത്തിൽ, അതായത് 47-ന് മുമ്പുള്ള ആ പ്രാകൃത സമൂഹത്തിൽ ഈ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ജനങ്ങളാണ് ഈ ലോകത്തുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള സ്റ്റേറ്റിനകത്തുള്ള ഇയാൾ ധരിച്ചു വെച്ച്? ഇയാൾ അതാ വിചാരിച്ച്? ഇവിടെ ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ആണ്. വിവരവും വിദ്യാഭ്യാസവും സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളും ഒരു ഗവൺമെന്റിന്റെ നല്ലതും ചീത്തയും ഒക്കെ തിരിച്ചറിയാനുള്ള വകതിരിവുള്ള സമൂഹമാണ് എന്നുള്ള കാര്യം അയാളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് സമൂഹത്തിന് നേരെ സത്യങ്ങൾ മാത്രം പറയാൻ പറ. ഇപ്പൊ അയാൾ കോൺഗ്രസിന് അങ്ങ് പുകഴ്ത്തണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അയാൾ പുകഴ്ത്തുകയും വേണ്ട. കോൺഗ്രസ് എന്താന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം. അത് ജനങ്ങൾ ആ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന പ്രവർത്തിക്കാൻ നേതാക്കന്മാരും ആളില്ലാതെ മേഖലയിലൊക്കെ ഈ പ്രസ്ഥാനമൊക്കെ വിജയിച്ചു വന്ന ചരിത്രമൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഛത്തീസ്ഗഡിൽ ഇപ്പം ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു 10 വർഷങ്ങൾക്ക് ശേഷം അധികാരം തിരിച്ചു പിടിക്കുമ്പോൾ അന്ന് അവിടെ ഒരു ഇലക്ഷൻ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി നേതാവ് പോലും ഉണ്ടായിട്ടില്ല. അവിടെ സാധാരണ അണികൾ കോൺഗ്രസിനെ വോട്ട് ചെയ്തിട്ട് അധികാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷമാണ് അവിടെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയൊക്കെ പാർട്ടി കണ്ടെത്തിയത്. മനസ്സിലാക്കണം. അവിടെ നിന്ന് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിട്ടില്ല ആ സമയത്ത്, ഞങ്ങൾ ജയിച്ച് കയറി വരുന്ന സമയത്ത്. എന്തുകൊണ്ടാണ്? പക്ഷെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമായത്. ആ പ്രസ്ഥാനത്തിന് കയറി ഇരുന്നിട്ട് 4 പ്രാവശ്യം തിരുവനന്തപുരത്ത് അങ്ങ് ജയിക്കുമ്പോഴേക്ക് ഇയാളെ മെടുക്കൊണ്ടാണ് അങ്ങ് സ്വയം പ്രഖ്യാപിക്കുക.
വർത്താനം കേട്ടവയ്ക്കും കോൺഗ്രസ് ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ ഈ തിരുവനന്തപുരത്ത് വിജയിച്ചതെന്ന. അതിനു മുമ്പും കോൺഗ്രസിലെ പല പ്രഗത്ഭന്മാർ വിജയിച്ചു പോയ മണ്ണ് തന്നെയാണ് അവിടെ. അത് കോൺഗ്രസ് അങ്ങനെ ബാലികേറമാലയുള്ള ഒരു ജില്ലയൊന്നുമല്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നീന്റെ തൊട്ട് മുമ്പിലുള്ള പ്രാവശ്യം അയാൾ ജയിച്ചു വന്നത് നമുക്കറിയാം. തീരദേശ മേഖലയിൽ വോട്ടെണ്ണുമ്പാണ് അയാൾക്ക് ലീഡ് തന്നെ കിട്ടിയത്. അതവിടെ ന്യൂനപക്ഷത്തിൽപ്പെട്ട BJP യോടുള്ള എന്താ പറയുക വെറുപ്പ് കൊണ്ട് അയാൾ എടുക്കാൻ നിഷ്പക്ഷമായിട്ടുള്ള വോട്ടിന് അവിടെ കിട്ടിയത്. ഞങ്ങൾക്ക് മെജോറിറ്റിയുള്ള മേഖല, കോൺഗ്രസ് പാർട്ടിന്റെ മെജോറിറ്റിയുള്ള മേഖലയിലാണ് അയാൾക്ക് ആ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം അതിന് മുമ്പിലത്തെ വിജയിച്ച് കയറിയത്. ഉറപ്പില്ലാതെ വന്നിട്ട് അങ്ങ് പറയാ മുഖാ പോലും ഫൈസ പോലും എന്ത് കോൺഗ്രസിന്റെ ഫൈസ പോലും ഇയാള് കേരളത്തില് കോൺഗ്രസ് ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്. 9 സീറ്റിൽ നിന്ന് ഭരണത്തിലേക്ക് കൊണ്ടുവന്ന് പാരമ്പര്യവും ചരിത്രമുള്ള ഒരു മണം. അന്ന് ഈ പറയുന്ന ഈ എന്താ പറയാ പുരുഷനും കുശ്യപുരുഷനൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അത് മനസ്സിലായ ഒരു കാലഘട്ടത്തിൽ കേരള നിയമസഭക്കകത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ ആളുണ്ടായിട്ടുള്ള പാർട്ടിക്ക് ആ ഘട്ടത്തിലാണ് ലീഡർ കെ കരുണാകരനായ 9 പേരെയും കൂടി പ്രതിപക്ഷമായിട്ട് കേരളത്തിലെ നിയമസഭയിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചത്. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ അധികാരത്തിലേക്കൊക്കെ വന്നതും ഈ പാർട്ടി ഇതുപോലെ വളർന്നതൊക്കെ. അല്ലാതെ അന്ന് ഫേസും കുശ്യ പുരുഷനൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഒരു പുരുഷന്റെ ആവശ്യവും ഇല്ല. അത് മനസ്സിലാക്കണം. അതൊക്കെ പറഞ്ഞു കൊടുക്കുക അയാളോട്. ഒരു ഹിസ്റ്ററി എടുക്കുക, എന്നിട്ട് പുസ്തകം എഴുതി കൊടുക്കുക അയാൾക്കും. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് മുകളിലൊന്നും ഒരുത്തനുമില്ല. പ്രസ്ഥാനത്തിന് നിന്നുകൊണ്ട് പ്രസ്ഥാനത്തിന് നേരെ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി വന്നാൽ തിരിച്ചങ്ങോട്ട് നല്ലപോലെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം കേട്ടാ. അന്നേരം പിന്നെ എന്നെ സൈബർ അറ്റാക്ക് ചെയ്തേ, സൈബർ ബുള്ളിങ് നടത്തിയേ, അങ്ങനെ നടത്തിയേ, ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് മൂങ്ങിക്കരിയാനും മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് ബൈറ്റ് കൊടുക്കാൻ നിൽക്കണ്ട. പറ്റൂലേ, ഈ പണി പറ്റൂലേ. മസ്സലാമ, ഇതാ ഞാൻ പാർട്ടിയിലില്ല, എനിക്ക് പാർട്ടി MP സ്ഥാനത്ത് ഞാൻ രാജിവെക്കുന്നു. പാർട്ടിയെ തിരിച്ചേൽപ്പിച്ച് പോൾ പുറത്തുപോട് എന്നിട്ട് പറഞ്ഞു എന്താ പ്രശ്നം അതിനകത്ത്. പക്ഷെ ഇതിനകത്ത് ഇരുന്നു കൊണ്ട് ഈ പാർട്ടിയെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയാലുണ്ടല്ലോ, അത് ഏത് കൊമ്പത്തോനായാലും ഞങ്ങൾ പറയും. മനസ്സിലായ? ഞാനൊക്കെ അത്ഭുതപ്പെട്ടു. ഞാനൊരു ബൈറ്റ് ഇപ്പൊ കണ്ട്, അന്നേരം ആ ബൈറ്റിനകത്ത് ആ മാധ്യമ പ്രവർത്തകരോട് പറയാ, ഞാൻ നല്ലത് കണ്ടാൽ നല്ലത് പറയും, ഞാൻ മനുഷ്യർക്ക് വേണ്ടി നങ്ങ് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞാൻ അവിടെ വിജയിച്ചത്. 16% കോൺഗ്രസിന്റെ വോട്ട് കിട്ടിയിട്ടുള്ളൂ, 6% ഇപ്പുറത്തുള്ള ഉണ്ടാക്കിയ വോട്ടാണ്. എന്തൊക്കെ അടിച്ചിളക്കുന്നത് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ നോക്കി, ഇയാൾ മാത്രമേ പിന്നെ കേരളത്തിനകത്ത് ജയിച്ചിട്ടുള്ളൂ. ഞാനിങ്ങനെ നോക്കി, എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു 19-18 പേര് ഞങ്ങളുണ്ട്. പക്ഷെ എൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഇലക്ഷൻ കമ്മീഷണർ വെബ്സൈറ്റ് പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ശരി തന്നെ ഞങ്ങളുടെ UDFന്റെ കാൻഡിഡേറ്റ് തന്നെയാണ് നല്ല ഭൂരിപക്ഷത്തിലൊക്കെ വിജയിച്ചിട്ടുള്ളത്. മനസ്സിലാക്കണം. അതും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കാസർഗോഡ് പോലുള്ള CPMന്റെ കൊട്ടക്കൊത്തളോ, മനസ്സിലാക്കണോ, അവിടെ വിജയിക്കുന്നത് രാജ്മോഹൻ താൻ വിജയിച്ചു വരുന്നത്. ഒപ്പം തന്നെ കണ്ണൂരും, ഒപ്പം തന്നെ വടകരയും. അല്ലാതെ ഇയാൾ പറയുന്നത് പോലെ ഇയാൾ എന്തോ മഹത്വം കൊണ്ടാണ് അവിടെ വിജയിച്ചതെന്നൊക്കെ ഞാൻ പറയുന്നില്ല. പറഞ്ഞങ്ങ് സ്വയം പ്രഖ്യാപിത രാജാവാകുക. അതിനൊക്കെ ശക്തമായിട്ടുള്ള ഫൈറ്റ് കാഴ്ചവെച്ചത് അടൂർ പ്രകാശാ. അടൂർ പ്രകാശൊക്കെ ചില സമയം വ്യക്തി പ്രഭാവത്തിന്റെ പേരിലാന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. കാരണം ആ മനുഷ്യനിക്കൊക്കെ വ്യക്തി ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം CPMന്റെ കൊട്ടക്കൊത്തളത്തിൽ പോയിട്ട് ആ സീറ്റ് അദ്ദേഹത്തിന്റെ വ്യക്തി പ്രഭാവം കൊണ്ട് പിടിച്ചെടുത്ത പിന്നെ അവിടെ കോൺഗ്രസിന്റെ സീറ്റാക്കി അങ്ങ് മാറ്റല. അത് അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള ആ പെരുമാറ്റവും അവരോടായിട്ടുള്ള സമീപനത്തിന്റെ ഭാഗമായിട്ടാണ്. അത് അദ്ദേഹം ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കൂ. പക്ഷെ ഇതൊന്നും അങ്ങനെയൊന്നല്ല. ഇത് കണ്ടമുണ്ട ഇംഗ്ലീഷും പറഞ്ഞ് ഞാൻ അങ്ങ് ഐക്യരാഷ്ട്രസഭയിൽ ഉണ്ടാക്കിയതാണ്. കുറെ മാധ്യമങ്ങൾ അയപ്പ് കൊടുക്കും, എന്ത് വിശ്വപുരുഷൻ നാക്കിയിട്ട് അങ്ങ് അയപ്പങ്ങ് കൊടുത്ത്. അപ്പൊ ഇയാൾ സ്വയം വിചാരിക്കും ഞാൻ എന്തോ വലിയ അങ്ങ് സംഭവമാണ്, ഞാനില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അങ്ങ് ഒളിച്ചു പോയി കളയൂ. ഈ പുള്ളിനോട് പറഞ്ഞു കൊടുക്ക്, 138 വർഷമായി പാർട്ടി ഉണ്ടായിട്ടെന്ന് പറഞ്ഞു കൊടുക്ക്. അതിനകത്ത് പരാജയം ഉണ്ടായിട്ടുണ്ട്, വിജയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമാണ്. അതാ ജനാധിപത്യ രാജ്യത്തിലെ ഒരു ഇലക്ഷൻ പ്രക്രിയയൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികം ഉണ്ടാവും. അങ്ങനെയുള്ള പരാജയം പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് സത്യം, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. പക്ഷെ വേറെയെങ്കിലും ഒരു വിജയം ഉണ്ടാകുമ്പോൾ അത് എന്റെ മിടുക്ക് കൊണ്ടാണ്, ഞാനാണ് ഈ പാർട്ടിന്റെ ആളെന്നൊക്കെ പറയുമ്പോൾ ഇത് ഇന്നലെ ഉണ്ടായ പാർട്ടിയാ, അല്ലെങ്കിൽ ഈ പുള്ളി വന്നതിന് ശേഷം ഉണ്ടായ പാർട്ടിയാ? അതെയാ? എന്നാൽ അങ്ങനെയാണെങ്കിൽ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് നോക്കിയാൽ ആണത്ത ഉണ്ടെങ്കിൽ അയാൾ ഈ സ്ഥാനം രാജിവെച്ചിട്ട് നാളെ അവിടെ ഇലക്ഷൻ വരുന്ന ഘട്ടത്തിൽ അയാൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കട്ടെ, എന്നിട്ട് വിജയിച്ച് കാണിക്കും. എന്നിട്ട് ഇതേ മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ പറ, ഞങ്ങൾ അംഗീകരിക്കും. അല്ലാതെ ഇപ്പറം കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ നിന്നിട്ട്
കോൺഗ്രസിന്റെ പ്രവർത്തകർ രാവും പകലും അധ്വാനിച്ചിട്ട് ആ പാവങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഈ വോട്ടർ ലിസ്റ്റും ഇതും പൊക്കി പിടിച്ച് ഓരോ കാറിനകത്തുള്ള വീട്ടിനകത്തേക്ക് കയറി പോയി കൊടുത്ത് അവരെ ബൂത്തിലേക്ക് കൊണ്ടുവന്ന് എന്നിട്ട് മറ്റ് എതിരാളികളെ ചവിട്ടും കുത്തും അടിയും തെറിയും ഈ പാവങ്ങൾ കേട്ട് എന്നിട്ട് വോട്ട് ചെയ്യിപ്പിച്ച് ഇവനെയൊക്കെ വിജയിപ്പിച്ച് വിട്ട് ഇവനൊക്കെ വിജയിച്ചിട്ട് എല്ലാ ആനുകൂല്യങ്ങളും പറ്റി സുഖിച്ച് ജീവിക്കും പറയാം. ഞാൻ കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടൊന്നല്ല ജയിച്ചത്, ഞാൻ അവിടെ ജനങ്ങളായിട്ട് അങ്ങ് വലിയ അങ്ങ് ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്ക് ജനങ്ങൾ ചെയ്ത വോട്ടാണ് എന്നൊക്കെ അങ്ങ് വന്ന് പറയുന്നത്. ഇത് സാധാരണ പ്രവർത്തകരെ അവഹേളിക്കലല്ലേ ഈ മനുഷ്യൻ അല്ലേ? ബുദ്ധിയില്ല 10 വയസ്സിന്റെ. നിങ്ങൾ കുറെ പഠിച്ചെന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. അവിടെ പോയി മത്സരിച്ച് ഇവിടെ പോയി മത്സരിച്ചുകൊണ്ട് കാര്യവുമില്ല. നമ്മൾ വിശേഷ ബുദ്ധിയുണ്ട് നമ്മളെ തലക്കകത്ത് അല്ലേ? അത് ചിന്തിക്കണ്ടേ? അത് വെച്ച് സംസാരിക്കണ്ടേ? എനിക്ക് സത്യമായി ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യാനുണ്ടായ സാഹചര്യം ഇയാൾ പറയാം ഞാൻ നല്ലത് കണ്ട, എന്നിട്ടും അയാൾ ആ പറഞ്ഞതിനകത്ത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പോളിസിനെ അംഗീകരിക്കാൻ കഴിയില്ല, ജനങ്ങളെ ദ്രോഹിക്കുന്ന ഗവൺമെന്റാണ്, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതൊന്നും പറയും എന്റെ നല്ല ചെയ്താൽ നല്ല ഇവിടെ വികസനത്തിന്റെ സംരംഭത്തിന്റെ അങ്ങ് കോട്ടയങ്ങ് തുറന്നു കൊടുത്തു പോലും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ ഈ ഗൾഫിൽ നിൽക്കുന്നു, നമ്മളെ ഇപ്പം നല്ല കാലത്ത് കുറച്ച് ബാങ്ക് ബാലൻസ് ഒക്കെ വെച്ച് ഇനി അവസാനം നമുക്ക് വാർദ്ധക്യത്തോടെ എടുക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സമ്പാദിച്ചു വെച്ച ഞാൻ ഇവിടുന്ന് അത് രാജ്യത്തിന്റെ പൈസയല്ല, നമ്മൾ വിദേശത്തു നിന്ന് ഉണ്ടാക്കുന്ന കാശാ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന മൂന്നാമലകൾ വേറെ, അതൊക്കെ തരണം ചെയ്ത് ഞങ്ങളൊരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ നേരെ ഗവൺമെന്റിനെ പറ്റി ഇവിടെ സംരംഭകർക്കൊക്കെ കുമ്പാരമാടി പോലും. എന്നാ ഈ മനുഷ്യന് ആ ഗവൺമെന്റ് മുഖത്ത് ചോദിക്കാൻ തരണ്ട, ഒരു പൊതുമേഖലാ സ്ഥാപനം കൊണ്ടുവന്നിട്ട് ഒരു 100 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു സംവിധാനം ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടോ? പറ. പൊതുജനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇടുന്ന അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസന്റെ അല്ലല്ലോ കണക്ക് പറയണത്. ഈ ഗവൺമെന്റിനെ കൊണ്ട് എന്തെങ്കിലും ഒരു പുരോഗതി, ഒരു പുതിയൊരു സംരംഭം കൊണ്ടുവന്നിട്ടുണ്ടോ? ചോദിക്കട്ടെ. ഇപ്പൊ ഉമ്മൻചാണ്ടിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ഒരുപാട് എന്താ പറയുക പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ അവസാനം എനിക്ക് പണിയൊക്കെ അടിച്ചിട്ട് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, ഞങ്ങൾ അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞതാണെന്നും പറഞ്ഞിട്ട് അതിന്റെ മേനിയൊക്കെ ഈ നാറികൾ അടിച്ചു മാറ്റിയിട്ടില്ല. അതങ്ങനെയാണല്ലോ, ആരാന്റെ കുഞ്ഞിന്റെ പിത്രത്തേറ്റെടുക്കാൻ മിടുക്കന്മാരാണ് ഈ വെറ്റകൾ. അത് ഞങ്ങൾക്കറിയാം. വല്ലാർപാടമായാലും വിഴിഞ്ഞം പദ്ധതി ആയാലും കണ്ണൂർ എയർപോർട്ട് ആയാലും ഇതൊക്കെ ഉമ്മൻചാണ്ടിയാ. കണ്ണൂർ എയർപോർട്ട് എന്നൊക്കെ പറയുന്ന 570 കോടി യുദ്ധകാലാടിസ്ഥാനത്തിൽ അന്നത്തെ സെൻട്രൽ ഗവൺമെന്റിനെ കൊണ്ട് മൻമോഹൻ സിംഗിനെ കൊണ്ട് പാസ്സാക്കിയിട്ടാണ് ആ വർക്ക് അവിടെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. മനസ്സിലാക്കണം നിങ്ങൾ. അത് തറക്കല്ലിട്ടിട്ട് എത്രയോ വർഷങ്ങളായി അതിനുശേഷം 3 വട്ടം LDF ഗവൺമെന്റ് വന്നു, 2 വട്ടം UDF ഗവൺമെന്റ് വന്നു, എന്നിട്ട് പോലും അതിന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് ഒരു കല്ലെടുത്ത് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു വികസന കാഴ്ചപ്പാടിന്റെ ഒരു മുഖ്യൻ അതിവേഗം ബഹുദൂരം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നപ്പോഴാണ് സ്വാഭാവികമായിട്ട് ഇതിന്റെ ഒക്കെ വർക്ക് യുദ്ധകാല അടിസ്ഥാനത്തിൽ തുടങ്ങിയത്. മനസ്സിലാക്കണോ? എന്നിട്ട് അതിനെല്ലാ പണിയും പൂർത്തീകരിച്ച് അവസാനം അതിന്റെ മെയിൻ്റനൻസ് വർക്ക് ഘട്ടത്തിലാണ് ഈ ഇലക്ഷൻ രണ്ടാമത്തെ വരുന്നത്. ആ വരുന്ന ഘട്ടത്തിൽ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് പരാജയം സംഭവിക്കുന്നു. അധികാരത്തിൽ കയറി വന്ന ഉടനെ അതിന് 4 വട്ടം പെയിന്റും അടിച്ചു വെച്ചിട്ട് ഞങ്ങൾ വികസനം കൊണ്ടുവന്നേ, ഇത് കൊണ്ടുവന്നേ, KTF ഗവൺമെന്റ് പിണറായി ഏട്ടാ എന്ന് പറഞ്ഞിട്ട് നാണോ മാനോ ഇല്ലാണ്ട്. മനസ്സിലാക്കണം. അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതി അന്ന് അദാനിക്ക് 6 കോടി രൂപക്കാണ് അത് ടെൻഡറിന് കൊടുത്തത്. ഈ നാറികൾ അന്ന് സമരം ചെയ്ത് 6 കോടി ഇന്ത്യയിൽ 8 കോടി അഴിമതി നടത്തിയെന്ന് പറഞ്ഞിട്ട് എത്ര വിവരം കെട്ടവരായി ഈ നാറികൾ. മനസ്സിലാക്കിയ? അതൊക്കെ പദ്ധതി കൊണ്ടുവന്നത് UDF ഉമ്മൻചാണ്ടിയാ. എന്നിട്ട് അതിനെപ്പറ്റി ഈ മനുഷ്യനൊരു ലേഖനം എഴുതിയോ? മലയോര ഹൈവേ നിങ്ങൾ അറിയണോ? അതിനൊക്കെ എത്രമാത്രം എതിർത്തത് ഈ LDF ഗവൺമെന്റ് 1ാം ഘട്ടം ആദ്യമായിട്ട് അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ കൊടുത്ത മലയോര ഹൈവേയുടെ ടെൻഡർ പോലും റദ്ദാക്കിയിട്ടുണ്ട്. ഈ 4 ഘട്ട വർഗ്ഗങ്ങൾ ചെറുപുഴ മേഖലയിലുള്ളത്. അതൊക്കെ നമ്മളെ മുമ്പിലേക്കുന്ന സത്യങ്ങളാ അല്ലേ? ദേശീയപാത ആരെയും ആദ്യം കൊണ്ടുവന്നത് ആ പ്രൊജക്ട്, അതായത് മുനീർ സാഹിബ് UDFന്റെ മന്ത്രിസഭയിലെ അന്നത്തെ എന്താ പറയാ മന്ത്രി ആര് മുനീർ സാഹിബ് അത് മുന്നോട്ട് അപ്പുറത്തെ പശുവിനെ ഇപ്പുറത്തെ കെട്ടാൻ കഴിയില്ല, ഇപ്പുറത്തെ രാഘവട്ടൻ അപ്പുറത്തെ മമ്മദിനെ കാണാൻ കഴിയില്ല പറഞ്ഞിട്ട് സമരം ഈ വെട്ടകൾ ഉണ്ടാക്കിയ സമരം. അപ്പൊ പുരവയാൻ പുല്ല് പറിക്കാൻ പറ്റത്തില്ല, ഈ പുല്ലുണ്ടല്ലോ പുരമേയുന്നേ അത് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തള്ളി അതിനെ മുടക്കി സമരം ചെയ്ത്. എന്നിട്ട് ഇപ്പൊ അത് രണ്ടാമത് ഇവർ റീഓപ്പൺ ചെയ്തെന്ന് പറയുന്ന അറിയില്ല. വികസനത്തിന്റെ കാഴ്ചപ്പാട് കുതിപ്പുപാട്ട് നാണം കെട്ടവര്. വിദേശ സർവകലാശാല ചിന്തിച്ചു നോക്കിയ നിങ്ങൾ. TPC ഞങ്ങളെ എന്താ പറയാ ഡൊമസ്റ്റിക്
ശ്രീവാസിന്റെ കരിയാല വെച്ച് മുഖത്തടിച്ചത് ഏത് നാണം കെട്ടവനാ? എന്തിന്റെ പേരിലായിരുന്നു? എന്തിന്റെ പേരിലാ? എന്നിട്ട് ഇപ്പം വന്നിട്ട് അത് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വിദേശ സർവകലാശാല ഇങ്ങ് കൊണ്ടുവരാൻ പോകുന്നു. ഉടുപ്പില്ലാത്ത മാർഗങ്ങൾ. എന്നിട്ട് അങ്ങനെയുള്ള ഒരു നാറിയ, ഒന്നും അറിയാത്ത, വിവരമൊന്നും പറയുന്നില്ലാത്ത, ഒരു നേതാവണ്ണം ഇംഗ്ലീഷ് പോലും സംസാരിക്കാൻ കഴിയാത്ത ഇന്നത്തെ ധനകാര്യമന്ത്രിന്റെ ഒരു പ്രസംഗത, ഓ എന്റെ പെറ്റ തള്ള സൈക്കത്തിൽ ഇതൊന്നും കേട്ട് കഴിഞ്ഞാൽ 4 അക്ഷരം ABCD കൂട്ടി വായിക്കാൻ പോലും കഴിയുന്നില്ല ഇവനൊക്കെ ഒന്നും. വിദേശ സംരംഭകരെ ഇങ്ങോട്ട് ആവാഹിച്ചെടുത്തിട്ട് അങ്ങനെ ഒരു പ്രസംഗം നടത്തി നോക്കിയതാ. മുഴുവൻ തെറ്റ്. ഇങ്ങനത്തെ വാർക്കങ്ങൾ അതിനെപ്പറ്റിയൊന്നും ഒരു വരി പുള്ളിക്ക് ലേഖനം എഴുതാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് പച്ച കളവും പറഞ്ഞ ലേഖനം, ഞാൻ അതിൽ എന്താ എഴുതിയെന്ന് നിങ്ങൾ നോക്കൂ. ഞാൻ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് ഒരു ഉദ്ദേശവും വേണ്ട. പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ പാർട്ടിന്റെ ഐഡിയോളജി, പാർട്ടിന്റെ തീരുമാനം അവിടെ നിൽക്കുക. അതിന്റെ അപ്പുറത്തേക്ക് കിടക്കണ്ട, അതിന്റെ അപ്പുറത്തേക്ക് വലിയ അവറുകളും ആണ്ട. പാർട്ടിയുടെ സാധാരണ പ്രവർത്തനം പൂടൊക്കെ വില പോലും വെക്കത്തില്ല, അത് പറഞ്ഞേക്കാം. ഓക്കെ, ഇതിന്റെ ഗവേഷണവും കാര്യങ്ങളൊക്കെ ഈ പാർട്ടിന്റെ സ്ഥാനങ്ങളിൽ രാജിവെച്ച് പോയിട്ട് ഈ ഉണ്ടാക്കോ, ലോകം നിങ്ങളുടെ കയ്യിലാ കറക്കോ എന്തോ ചെയ്തോ. പക്ഷെ കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി വരണ്ട, പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് കേട്ടാ. പിന്നിൽ നിന്ന് കുത്താൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം. ഞങ്ങളും KSUവിലെ കൂടിയും യൂത്ത് കോൺഗ്രസിലെ കൂടിയൊക്കെ അങ്ങ് പണിയെടുത്തിട്ട് തന്നെയാണ് ഇപ്പൊ ഈ കോൺഗ്രസിലെത്തി നിൽക്കുന്നത് കേട്ടാ. ഈ ഇത്രയും കാലമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം പാർട്ടിന്റെ നമ്മൾ ആരും കുടിച്ചിട്ടുമില്ല, അതും പറഞ്ഞേക്കാം. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾ പറയും, ഒരു തർക്കവും വേണ്ട. ഏത് ബമ്പനായാലും ഞാൻ പറയും കേട്ടോ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, ബാക്കി നിങ്ങളെ കമന്റ് ആയിട്ട് അടയാളപ്പെടുത്തി ഞാൻ അവിടെ വന്നിട്ട് അതിന് ശേഷം ഞാൻ മറുപടി പറയാം. ഓക്കെ.